അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ RX-ന്റെ റീസ്റ്റോറേഷൻ വീഡിയോ കണ്ടിട്ട് നമുക്ക് പത്തനംതിട്ട ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ബ്രോ ഷാമിൽ എന്ന് പറയുന്ന ബ്രോ ആണ് വിളിച്ചത്. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കുറച്ച് RX-ന്റെ വണ്ടിയിൽ ഇരിപ്പുണ്ട്. എല്ലാം കുറച്ചൊന്ന് നല്ല പഴകി, അതായത് സ്ക്രാപ്പ് കണ്ടീഷനാണ്. അപ്പോൾ വണ്ടി പിന്നെ റീസ്റ്റോർ ചെയ്യണം. 3 വണ്ടികളുണ്ട്, 3ഉം ചെയ്യണം. അപ്പോൾ വണ്ടി എത്തിച്ച് തന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ്, അങ്ങനെ എൻക്വയറി ആയിട്ടാണ് ആ ഒരു കോൾ വന്നത്. അപ്പോൾ കോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, സംസാരിച്ചു. അപ്പോൾ വണ്ടി ഇന്ന് രാവിലെ കൊണ്ടുവന്നിട്ടുണ്ട്. പത്തനംതിട്ടയിൽ അപ്പോൾ നമുക്ക് ആ വണ്ടി കൊണ്ടുവന്ന ആ സമയത്തുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് വണ്ടിയുടെ ബാക്കി ഡീറ്റെയിൽസിലോട്ട് വരാം. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഇത് എടുക്കാതിരുന്ന വണ്ടിയാണല്ലേ? വണ്ടി എന്തായാലും കൊണ്ടിറക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. രാവിലെ എപ്പോഴാണ് വണ്ടി കൊണ്ടുവന്നത്? 7 മണിയായി. 7 മണിയപ്പോൾ കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞ് നമ്മൾ പോത്തങ്ങോട് എത്തി. അപ്പോൾ ഞാൻ നേരെ പോത്തങ്ങോട് പോയിട്ട് അവിടെ നിന്ന് അവർ പിക്ക് ചെയ്ത് അതിനെ ഫോളോ ചെയ്ത് നേരെ വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ട് വന്ന് നമ്മളിവിടെ അങ്ങനെ വണ്ടി ഇറക്കി. അപ്പോൾ എന്തായാലും രാവിലെ എനിക്ക് സമയത്ത് എത്താൻ പറ്റില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടി ഇപ്പം വർക്ക്ഷോപ്പിലുണ്ട്. ഇപ്പോൾ എന്തായാലും ഉച്ചയായി. അപ്പം വണ്ടിയൊക്കെ ജസ്റ്റ് ഒന്ന് 3 വണ്ടിയിലുണ്ട്, 3 ഒന്ന് കാണിച്ച് എൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ 3 വണ്ടിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ് സംഭവം. വണ്ടിയുടെ റണ്ണിങ് കണ്ടീഷൻ അല്ല, അതായത് നമുക്ക് ഉരുട്ടാൻ പോലും പറ്റാത്ത ആ ഒരു സിറ്റുവേഷൻ, അതായത് തുരുമ്പൊക്കെ എടുത്ത് വണ്ടി ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കണ്ടീഷൻ ആയപ്പോഴത്തേക്കാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അത് അത്യാവശ്യം കൊള്ളാന്നുള്ള ഒരു വണ്ടി എന്ന് പറയാൻ വേണ്ടി KL11 നമ്പർ വരുന്ന ഈ ഒരു ബ്ലാക്ക് വണ്ടിയാണ് അത്യാവശ്യമെങ്കിലും വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. അത്യാവശ്യം ഈ ക്യാപ്പൊക്കെ ഉള്ള 10 വർഷം ഇരുന്നെന്ന് അറിയില്ല. എനിക്കാണ് ഈ വണ്ടി അങ്ങനെ അധികകാലം ഇരുന്നിട്ടില്ലെന്ന് തോന്നുന്നു. പക്ഷെ നമ്മുടെ എഞ്ചിൻ സ്റ്റക്ക് ഒന്നുമില്ല. അപ്പൊ ഇതിന്റെ എഞ്ചിനോ കാര്യങ്ങളോ സ്റ്റക്കോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല. നമുക്ക് അത് കിക്കർ അടിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. ജാമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ അനങ്ങാതെ ഇരുന്നിട്ടുള്ള വീലും കാര്യങ്ങളൊക്കെ ജാമായി പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. വണ്ടി എല്ലാ വണ്ടിയും 100 ആണ്. RX 100 ആണ്. 3ഉം RX 100 ആണ്. അപ്പം നടുക്കിരിക്കുന്ന വണ്ടിയാണ് ഉള്ളതിൽ ഏറ്റവും നല്ല മോശം കണ്ടീഷൻ, ശോചനീയാവസ്ഥ എന്ന് പറയാം. കാരണം എൻ്റെ ചേസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തുരുമ്പൊക്കെ എടുത്ത് നശിച്ചിട്ടുണ്ട്. നമുക്ക് ഇതോടെ ഒന്ന് കിക്ക് ചെയ്ത് നോക്കാം. എടാ ഇന്ന ട്യൂബിങ് എടുത്തിട്ടാ, ഇന്ന ട്യൂബ് ആകെ ഉരുളെന്ന് പറയുന്ന വണ്ടി ഇത് മാത്രമല്ല കേട്ടോ. ഇന്ന ട്യൂബ് വീഡിയോ എടുക്കാൻ വേണ്ടി അടിച്ചോടി കാലടിച്ചോടി. ഈ വണ്ടി മീറ്ററൊക്കെ മാറി വെച്ചിട്ട് ഏകദേശം ഒരു 1649 അത്രയൊക്കെ ഓടിട്ടുള്ളതെന്ന് തോന്നുന്നു. നിങ്ങൾ എല്ലാ വണ്ടി ഇടയ്ക്കെന്തോ റണ്ണിങ് ആക്കി പണിയായിരിക്കും അല്ലേ? പണിതായിരിക്കും, പിന്നെ എടുക്കാതിരുന്നു. കാരണം ഇത് 300 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടി മാറ്റി വെച്ചിട്ട് ഇത് ഉരുളൂല, പൊക്കി മാറ്റേണ്ടി വരും. അടുത്ത ഇതിന്റെ കിക്ക് നമുക്ക് എഞ്ചിൻ സ്റ്റക്ക് ഉണ്ടാകും നോക്കാം. ഇത് എഞ്ചിൻ സ്റ്റക്കാണ് ഗൈസ്.
ഗൈസ് എഞ്ചിൻ സെറ്റ് മാറി ഗൈസ്. ഫ്രീ ആയി. ഈ വണ്ടിയുടെ വേറെ സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി ഇല്ലല്ലോ, ഈ വണ്ടി വാ, ഈ വണ്ടി കാണിച്ചില്ല. കേട്ടോ പുള്ളി ഏതാ മണ്ണി ചാരി വെച്ച വണ്ടിയാണ്. ചാരി വെച്ച് ഈ കേസിനകത്തൊക്കെ മണ്ണിറങ്ങി കാണും. സംഭവം എഞ്ചിൻ കേസിനകത്തൊക്കെ മണ്ണും ചെളിയൊക്കെ കയറാൻ നല്ല ചാൻസ് ഉണ്ട്. വണ്ടിയിൽ ചെടിയൊക്കെ പിടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് കിട്ടിയത്. എന്തായാലും എഞ്ചിൻ സൈഡൊക്കെ നമുക്ക് ചെറിയൊരു പ്രതീക്ഷ തരണുണ്ടല്ലേ? എന്തൊരു പ്രതീക്ഷ? ഈ എഞ്ചിൻ കേസ് മണ്ണ് കയറി കഴിഞ്ഞ്, മണ്ണും വെള്ളവും കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവം അലുകുലുക്ക് പോകും. മറ്റേ പൊടിഞ്ഞു പോകും. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനകത്ത് എഞ്ചിൻ കേസിനകത്തൊക്കെ മണ്ണും കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് അലുമിനിയം സംഭവം പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഹാമർ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഇതിന്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ അയക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് ചെറിയ തട്ടിലൊക്കെ ഇത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അത്രയ്ക്ക് ശ്രദ്ധയോടെ ഈ സംഭവങ്ങൾ നമുക്ക് വണ്ടി പൊളിക്കുമ്പോഴത്തേക്ക് അയച്ചെടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ A to Z എല്ലാ കാര്യങ്ങളും നമുക്ക് വണ്ടിയിൽ മിക്കവാറും ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇതിന്റെ ചേസിന്റെ അവസ്ഥയൊക്കെ നല്ല ശോചനീയ അവസ്ഥയാണ്. കാരണം ഫുള്ള് തുരുമ്പെടുത്തൊക്കെ പോയി. നമ്മളിപ്പോൾ പാച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വലിയൊരു പ്രതീക്ഷ ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നില്ല. ബാക്കി രണ്ടെണ്ണം നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് വർക്ക് നടക്കുന്നതിനിടയ്ക്ക് ഞാൻ എൻ്റെ അപ്ഡേറ്റുകൾ തരാം, അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയാം. അപ്പോൾ എന്തായാലും ഈ വണ്ടികളിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് നമ്മളിപ്പോൾ ഒന്ന് പൊളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്നിട്ട് നമുക്ക് എൻ്റെ ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. ആദ്യം ഉരുളുന്ന വണ്ടിനെ പൊളിക്കാം. ആദ്യം അത്ഭുതത്തില്ലാത്ത വണ്ടിനെ പൊളിക്കാം. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഒന്ന് ഉരുട്ടാൻ പറ്റുന്ന ഒരു വണ്ടിയുണ്ട്, അതിനെ കയറ്റി നമ്മൾ പൊളിക്കാൻ വേണ്ടി പോകുന്നത്. ബ്ലാക്ക് വണ്ടി പൊളിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ വണ്ടിയാണ് നമ്മൾ പൊളിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വണ്ടിയുടെ കണ്ടീഷൻ ഇങ്ങനെ ഇത്ര മോശമായിട്ട് ആരും അങ്ങനെ വിചാരിക്കുന്നത് വേണ്ട. എത്ര മോശമാണെങ്കിലും നമ്മളിതെല്ലാം പണിഞ്ഞ് നല്ല കിട്ടില്ല വണ്ടിയാക്കി നമ്മൾ റോഡിൽ ഇറക്കുന്നതായിരിക്കും. 1.5 ലക്ഷം രൂപയൊന്നും ആവൂല വണ്ടി പണിഞ്ഞ്. ഒരു ചാനലിൽ കണ്ടു, ഒരു RX സ്ക്രാപ്പ് എടുത്ത് പണിഞ്ഞപ്പോഴത്തേക്ക് 1.5 ലക്ഷം രൂപ ആയി. അത്ര എമൗണ്ട് ഒന്നും നമുക്ക് വരത്തില്ല. എമൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കാം. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ 100നെ പൊളിച്ച് എല്ലാം പാർട്സ് ആക്കിയിട്ട് പെയിന്റിങ്ങിനുള്ളത് പെയിന്റിങ്ങിന്, പ്ലേറ്റിങ്ങിനുള്ളത് പ്ലേറ്റിങ്ങിന്, അങ്ങനെയെല്ലാം സെറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് സീറ്റിംഗ് തുടങ്ങാം. ഫസ്റ്റ് ഞാൻ കളക്കാൻ പോവുകയാണ്. കഞ്ഞിയും പേരും മിക്ക നടന്നത് ഹന്തസ് ചേസിനൊന്നും ഒരു കുഴപ്പമില്ല. ചേസിൽ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉള്ളു. എലിയൊക്കെ കൂടി വെച്ച് തോന്നുന്നു. അപ്പൊ സീറ്റിന്റെ ബേസ് ഒക്കെ ഒറിജിനലാണ്. ഒറിജിനൽ RXന്റെ ബേസ് ആണല്ലേ? മെറ്റീരിയൽ വരുന്ന നല്ല ഒറിജിനലാണ്. അപ്പൊ ഇതിന്റെ ബേസ് ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ സീറ്റ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന അടുത്ത് നമുക്ക് ടാങ്കളൊക്കെ അപ്പോൾ ടാങ്കും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ടാങ്ക് നീറ്റാണ്. ടാങ്കിന്റെ അകവും കൂടി നമുക്ക് നോക്കണം. പുറത്ത് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പാച്ച് ചെയ്തെടുക്കാം. വണ്ടി കൊണ്ട് വണ്ടിയുടെ താക്കോലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മളിങ്ങനെ വെച്ചിട്ട് പെട്രോൾ ടാപ്പ് ഇപ്പം കീഴില്ലാതെ എങ്ങനെ ഇളക്കിയെടുക്കാനുള്ള ഒരു ജസ്റ്റ് ഒരു മെത്തേഡാണ്. സ്ക്രൂ ഡ്രൈവർ വരെയിട്ട് ആ ലോക്ക് ഒരു തട്ട് എടുക്കുമ്പോഴത്തേക്ക് പതിയെ ടാങ്കിന്റെ അടപ്പൊന്ന് തുറന്നു വരും.
അടുത്ത നമുക്ക് മഡ് ഗാർഡ് അയച്ചെടുക്കാം. നീ സൈലൻസർ ഇളക്കി. അപ്പൊ ഈ ഡോർ നമുക്ക് പൊട്ടിച്ചെടുക്കാനേ വഴിയുള്ളൂ. ഡോറ് പൊട്ടിച്ച് 14 12 എന്താടാ 12. ക്ലാമ്പൊക്കെ നമുക്ക് ലൈറ്റ് ചെയ്യാൻ കൊടുക്കാം. ഉഷൊക്കെ ഹാർഡായി ഇത് നമുക്ക് ഇളക്കിയെടുക്കണം. ഇത് ഇളക്കെടുക്കാൻ പറ്റാത്തതാണ് സൈഡ് ഡോർ പൊട്ടിച്ചെടുക്കും. ഇത് നമുക്ക് ഓയിൽ ടാങ്ക് ഉണ്ടോ. ഇത് സാധാരണ അണ്ടറിലാണ് ഫുൾ വരുന്നത്. ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യും. ഈ ഗ്ലാസ്സൊക്കെ മാറ്റി സെറ്റാക്കാം. സംഭവം എന്ന് പറഞ്ഞാൽ വണ്ടി ഇത്രയും തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒട്ടുമിക്ക നെട്ടും ബോൾട്ടുകൾ നമുക്ക് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും. അപ്പം ഇപ്പം അഴിച്ചെടുക്കാൻ പറ്റും, നമ്മൾ അഴിച്ചെടുക്കും. മറ്റേത് നമുക്ക് എന്തെങ്കിലും WD-40 എന്തെങ്കിലുമൊക്കെ അടിച്ച് കുറച്ച് നേരം വച്ചിട്ട് നമുക്ക് സാവധാനത്തോടെ അഴിച്ചെടുക്കാം. പിന്നെ വേറൊരു സീനെന്ന് പറയുമ്പോൾ എഞ്ചിൻ പൊളിക്കുമ്പോൾ എഞ്ചിനകത്ത് വരുന്നത് മൈനസ് ആണെങ്കിൽ ടാസ്ക് ആണ്. ഇമ്പാക്ട് ഇളവില്ല. ഫുള്ള് മൈനസാണ്. ഫുള്ള് തലപ്രാന്ത് വരും. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ നിന്ന് അയച്ചെടുത്തത് മിക്കുനിയുടെ ഒറിജിനൽ കാർബറേറ്ററാണ്. ജപ്പാൻ കാർബറേറ്ററാണ്. അത് മെയ്ഡ് ഇൻ ജപ്പാനിലുള്ള ജപ്പാൻ തന്നെ. ഇതിനകത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ക്ലാവൊക്കെ പിടിച്ചിരിക്കണേ പാടായി. സ്ലൈഡ് പിന്നെ തന്നെ വെച്ച് ഗിയർ ബട്ടണിലെ ലോക്ക് പിന്നെ അങ്ങനെ വെച്ച് ചോദിക്കില്ലല്ലോ നമ്മളടുത്ത്. ഇതാണ് ഗിയർ ബട്ടണില് ലൈറ്റിങ്ങിന്റെ കൂട്ടത്തിൽ കൂർത്ത പറ്റിയാടാ. കൂർക്കാത്ത പറ്റിയാ ഇത് കൂർത്തു. ഇളകട്ടാ ഒന്നുകൂടെ. 1 2 3 4. ഒന്നും പറ്റിട്ടില്ല. ഗുയിസ്
എന്തായാലും വണ്ടി നമ്മളെല്ലാം പൊളിച്ച് ചേസ് ബാക്കി സാധനങ്ങൾ പെയിന്റിങ്ങും പ്ലേറ്റിങ്ങും ഉള്ളതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എഞ്ചിൻ പൊളിക്കണം. അപ്പം എഞ്ചിനും കൂടെ പൊളിക്കാം. അപ്പൊ എന്തായാലും വണ്ടി ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ്. എഞ്ചിനും പൊളിച്ച് എല്ലാ സാധനങ്ങളും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പെയിന്റിങ്ങിനും പ്ലേറ്റിങ്ങും സാധനങ്ങൾ സെപ്പറേറ്റ് തരം തിരിച്ച് കൊണ്ടുകൊടുക്കുക. അതേപോലെ ബാക്കി നമ്മുടെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ എന്തായാലും എല്ലാ സാധനങ്ങളും പൊളിച്ചമ്മോടെ മാറ്റിയിട്ടുണ്ട്. പൊളിച്ച് എഞ്ചിന്റെ പാർട്സ് കാണിച്ചു കൊടുക്കുക. അപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ബാക്കി വണ്ടി പണിയുന്നതിന്റെ അപ്ഡേറ്റ് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഓരോ പാർട്ട് 2 പാർട്ട് 3 അങ്ങനെ വീഡിയോകൾ തന്നുകൊണ്ടിരിക്കാം. അപ്പം ഇത്രയും നേരം വാച്ച് ചെയ്തതിന് എല്ലാവർക്കും താങ്ക് യു. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ